ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ആൻഡ്രോയിഡ് ഫോണുകളിൽ നമ്മൾ വരുത്തേണ്ടുന്ന 6 മാറ്റങ്ങൾ. നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ ആ ഫോണിനകത്ത് വരുത്തേണ്ടുന്ന 6 മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നിങ്ങളുടെ ഫോൺ ഈവൻ നഷ്ടപ്പെട്ടു പോയാലും ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാലും നിങ്ങളുടെ ഫോണിന്റെ സേഫ്റ്റിക്ക് ഈ 6 മാറ്റങ്ങൾ അത്യാവശ്യമാണ്. സോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ? നമ്പർ 1, സിം കാർഡ് ലോക്ക് ചെയ്യുക. ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക, സിം ലോക്ക് ഒന്ന് സെർച്ച് ചെയ്യുക, സിം കാർഡിനെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും, ലോക്ക് ചെയ്യുക. ഒരു പാസ്വേഡ് കൊടുക്കുക, കൃത്യമായിട്ട് പാസ്വേഡ് എഴുതി വെക്കുക, മറക്കരുത്. മറന്നു പോയാൽ പിന്നെ PUK നമ്പർ, നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡർ എയർടെൽ ആണെങ്കിൽ എയർടെലിനെ വിളിച്ച് ചോദിച്ച് PUK നമ്പർ വാങ്ങിയിട്ട് വേണ്ടി വരും ഇത് ഓപ്പൺ ചെയ്യാൻ. സോ കൃത്യമായിട്ട് എഴുതി വെക്കുക, ലോക്ക് ചെയ്യുക സിം. എന്തിനാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയി, അത് കിട്ടുന്ന ആൾ ആ ഒരു സിം എടുത്തുകൊണ്ട് മറ്റുള്ള ആളുകളെ വിളിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതിലത്തെ നമ്പറുകൾ ചോർത്തിയെടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അത് ഇട്ടുകൊണ്ട് അവരുടെ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിം ലോക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണ്. രണ്ടാമത്തെ കാര്യം, കൺട്രോൾ സെന്റർ ലോക്ക് ചെയ്ത് വെക്കുക. അതായത് ഈ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സംഗതി ലോക്ക് ചെയ്ത് വെക്കുക. ഇത് ലോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോൺ നഷ്ടപ്പെട്ടു ആരുടെയും കിട്ടി അവരത് അടിച്ചു മാറാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ ആ ഫോണിന്റെ ലോക്ക് സ്ക്രീൻ താഴോട്ട് വലിച്ച് ഈ ലൊക്കേഷനൊക്കെ ഓഫ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നോർമലായിട്ട്. സോ ഈ സംഗതി ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ അവർക്ക് ആ പരിപാടി ചെയ്യാൻ പറ്റില്ല. ഈ കൺട്രോൾ സെന്റർ എന്ന് പറയാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സെന്റർ എന്ന് പറയാം. ഈ ഒരു സംഗതി സെർച്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് ലോക്ക് ചെയ്യുക. പല ഫോണിലും പല പോലെയായിരിക്കും. എൻ്റെ ഫോണിലെ കാര്യം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള സംഗതി ടേൺ ഓൺ ചെയ്ത് വെക്കുക. സെറ്റിംഗ്സിൽ പോവുക, ഫൈൻഡ് മൈ ഡിവൈസ് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിംഗ്സ് ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളത് ഓൺ ചെയ്ത് വെക്കുക. ഇതുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്ത് പിടിച്ചെടുക്കാനും തിരിച്ചെടുക്കാനും സാധിക്കുകയുള്ളൂ. അഥവാ തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ഫോണിലെ ഡാറ്റാസ് ഒക്കെ ഇറേസ് ചെയ്ത് കളഞ്ഞുകൊണ്ട് നമ്മുടെ ഫോണിനെ സേഫ് ആക്കാൻ, മറ്റുള്ളവരുടെ കയ്യിലേക്ക് നമ്മുടെ ഡാറ്റ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇറേസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യണമെങ്കിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ഈ ആപ്പ് വേണം, അല്ലെങ്കിൽ ഈ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഇനി നാലാമത്തെ കാര്യം, നമ്മുടെ ഫോണിന്റെ ലൊക്കേഷൻ നമുക്ക് ഓൾറെഡി ഷെയറിംഗ് ഓൺ ആണെങ്കിൽ പോലും അതിന്റെ ആക്യുറസി കുറച്ചുകൂടി കൂട്ടി കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ ആക്യുറസി എന്ന ആ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫോണിൽ ഡിഫറൻറ്റ് സെക്ഷനിലായിരിക്കും, പക്ഷെ അത് കണ്ടെത്തുക, കൃത്യമായിട്ട് ലൊക്കേഷൻ ആക്യുറസി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, IMEI നമ്പർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഫോണിന്റെ IMEI നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ഇതുണ്ടെങ്കിലാണ് നമ്മൾ പോലീസിലോ മറ്റോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ തീർച്ചയായിട്ടും ഈ നമ്പർ മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇതിന്റെ ബില്ല് കൂടി കയ്യിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുക. ഫോൺ നഷ്ടപ്പെട്ടാൽ അത് ട്രാക്ക് ചെയ്യാനൊക്കെ പോലീസിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ബില്ലും IMEI നമ്പറും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് രണ്ടും എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കുക. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിം കാർഡ്, നിങ്ങളുടെ സിം നാനോ സിം ആണെങ്കിലും എന്ത് സിം ആണെങ്കിലും ആ സിം കാർഡിന്റെ പുറകിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സിമ്മിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിന്റെ ടവറുകൾ വഴി ലൊക്കേഷൻ ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പർ ഉണ്ടെങ്കിൽ കുറെ കൂടി ഉപകാരപ്രദമായിരിക്കും. സോ ഈ നമ്പറും തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. സോ ഈ 6 കാര്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പം തന്നെ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി വെക്കുക. എങ്കിൽ മാത്രമാണ് നാളെ മേലാക്ക നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാലും നമുക്കത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെയും സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പോലീസിന്റെ സഹായം തേടിയാൽ പോലീസിനെ തന്നെയും നമ്മളെ സഹായിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കുള്ളൂ. സോ മാറ്റങ്ങൾ വരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.